എന്താണ് റിവ്യൂ അല്ലെങ്കിൽ നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സിനിമയെ താഴ്ത്താനോ വളർത്താനോ ഉള്ളതായിരിക്കരുത് ഈ പറയുന്ന സാധനം. ഒരുപാട് ആൾക്കാർ പ്രച്ഛന്ന വേഷം കിട്ടിയിട്ട് അല്ലെങ്കിൽ അതിനോട് ഇപ്പൊ എന്നോട് തന്നെ ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരം എന്തുകൊണ്ട് നമ്മൾ സ്ഥിരമായി സംസാരിക്കുന്നത് പോലെ അല്ല എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഉൾബോധ മനസ്സിൽ അറിയാണ്ട് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കാണാൻ അല്ലെങ്കിൽ എൻ്റെ റിവ്യൂ കാണുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവണം. കാരണം ഞാൻ കാസർഗോഡ് ഭാഗത്താണെന്ന് വെച്ചാൽ എന്നോട് ഇടപഴകുന്നവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ചിലപ്പം വളരെ പെട്ടെന്ന് ഈ സാധനം കിട്ടും ഞാൻ എന്താ പറയുന്നില്ല. പക്ഷെ ഒരുപക്ഷെ ഏതോ കുറെ ദൂരമില്ല ഏതെങ്കിലും ജില്ലയിലത്തെ ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഈ വാക്കുകൾ വിട്ട് സംസാരിക്കുന്നത്, അവർക്കും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ എനിക്ക് കുറച്ച് കോക്കറി കാണിച്ച് ഇതെല്ലാം കാണിച്ച് ഫേമസ് ആവണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് ഇല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ അല്ല ഇത് പറയുന്നത്. കാരണം ഇത് പറയാനുള്ള കാരണം തന്നെ ഒരുപാട് റിവ്യൂ കേട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരുപാട് നല്ല സിനിമകളെ ഇവർ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്, മോശം സിനിമകളെ നന്നായിട്ട് പറയുന്നുണ്ട്. പൈസ വാങ്ങിയോ ഇല്ലയോ എന്നില്ലോ അതൊക്കെ വേറെ. ആത്യന്തികമായിട്ടും നമ്മൾ സിനിമ പറയേണ്ടത് അത് ഏത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും, ആർക്ക് വേണ്ടിയിട്ടാണ് സിനിമ ഉണ്ടാക്കി വെച്ചത്, അത് ആരൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടും, ഏത് രീതിയിൽ ഏത് മൂഡിൽ നമ്മൾ പോയി കാണണം, അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ നെഗറ്റീവ്സുകൾ പോസിറ്റീവുകളായിട്ട് ഉണ്ട് എന്നുള്ളത്. ആ സിനിമക്കാരത്തിന്റെ മിസ്റ്റേക്ക് ട്രെയിലർ ഇറക്കുമ്പോൾ അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ട്രെയിലർ കുത്തിക്കയറ്റും. സിനിമയിൽ എത്തുമ്പോൾ അതല്ലാത്ത കുറെ സാധനങ്ങളും ഉണ്ടാവും. ആ ഒരു സാധനമാണ് റിവ്യൂവർമാർ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ പ്രച്ഛന്ന വേഷം കെട്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ആ പ്രച്ഛന്ന വേഷം കെട്ടിയിട്ടൊക്കെ ഇരിക്കും. അത് പ്രേക്ഷകരിലേക്ക് അത് എത്തിയേക്കും. പക്ഷെ ആ സിനിമക്ക് അത് ഗുണകരമല്ല. സിനിമ ഗുണകരമാവോ എന്നുള്ളത് അവരെ വിഷയമല്ല, അവർക്ക് പൈസ സമ്പാദിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കാണാൻ പോകുന്ന പ്രേക്ഷകര് അവര് എൻ്റെ റിവ്യൂ കണ്ടിട്ട് ചിലവർക്കെങ്കിലും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. വെറുതെ എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വളരെയധികം കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമയാണ് ലിയോ. ലിയോയില് ശരിക്കും എന്തായാലും പണ്ടത്തെ കാലത്ത് സിനിമക്കാർ ഉപേക്ഷിച്ച ഈ ചാത്തൻ സേവയും അല്ലെങ്കിൽ ആളുകളെ കുരുതി കൊടുക്കുന്നതൊക്കെയാണ് ആ സിനിമേന്റെ ഉള്ളടക്കത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ അത്ര ഒരു ഇത് നേടേണ്ടതായിരുന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ അതിനെ പൊക്കി പറഞ്ഞ ആൾക്കാർ ഈ കങ്കുവേനെ താഴ്ത്തി പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ വാഴ എന്ന സിനിമ OTT വന്നതിന് ശേഷം ആ ഒരു പ്രധാന നടന്റെ ഇത് മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു, സിജു സണ്ണി. ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് OTT നല്ല രീതിയിൽ അഭിനയിച്ചു വിട്ടുക എന്നുള്ള രീതിയിൽ ഒരു തമാശയൊക്കെയാണ് സ്വന്തം സുഹൃത്തിനാണ്. പക്ഷെ അങ്ങനെ പറയേണ്ടിയിരുന്നു. അതായത് നമ്മളിപ്പോ സിനിമേന്റെ തിയേറ്റർ റെസ്പോൺസ് എല്ലാവരും കേൾക്കുമ്പോൾ ഭയങ്കര ഹൈപ്പിൽ കിട്ടുകയും OTT എത്തുമ്പോൾ നമ്മൾ തന്നെ ഇതിലെന്തോ ഉണ്ട് എന്നൊക്കെ വന്നിട്ട് അവസാനം OTT കാണുമ്പോൾ ഇത് ഇത്രയേ ഉള്ളായിരുന്നോ? കാരണം ഞാൻ ചിന്തിച്ചിരുന്നു ഈ സിനിമേന്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന്. നമ്മൾ ഈ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് തോന്നും. പക്ഷെ ബാക്കിയുള്ളവർ ഭയങ്കര പറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും വേറൊരു സമയത്ത് ഒക്കേഷനിൽ കാണുമ്പോൾ ഓ ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കും നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾ സിനിമ എങ്ങനെ ആയിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതല്ലാണ്ട് അല്ലെങ്കിൽ കഥ എങ്ങനെയായിരിക്കും ഇവർ വന്നിട്ടുള്ളത് എന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ഉണ്ടാക്കിയെടുക്കാൻ അവരെ മനസ്സെന്തെല്ലാം പ്രോസസ്സിലേക്ക് കൂടി പോയിട്ടുണ്ടാവും. ബ്യൂട്ടിഫുൾ ഞാൻ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് അറിയാണ്ട് ഞാൻ അന്നേരം ഒരു സിനിമക്ക് പോകണം തോന്നിയിട്ട് ഞാൻ പോയി കണ്ട സിനിമയാണ് മലയാളത്തിലെ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ സിനിമ പറഞ്ഞൊഴുകി പോയി ക്ലൈമാക്സിന്റെ അടുക്ക് എത്താനാകുമ്പോൾ ഒട്ടുക്കത്തെ ട്വിസ്റ്റെല്ലാം ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ഒന്ന് കമന്റിൽ പറയുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.